ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പീനൂസ് വേൾഡ്. അപ്പം ഒരു ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിവസം കൂടിയും നമുക്ക് വരികയാണ്. 8 പതിറ്റാണ്ടിലേറെയായി നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. അപ്പം ഈ സ്വാതന്ത്ര്യദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫ്രീഡം ഫൈറ്റേഴ്സിനെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. ആ ദിവസം നമ്മൾ പണ്ട് കുറേ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ മുൻനിര നായകന്മാരെക്കാൾ കൂടുതൽ നമ്മൾ അറിയാതെ പോയ എത്രയോ ഷീറോസ് ആൻഡ് ഹീറോസ് ഉണ്ട് യഥാർത്ഥത്തിൽ. നമ്മൾ കൂടുതൽ അവരെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാനൊരു വനിതാ സ്വാതന്ത്ര്യ സമര സേനാനിയെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു സ്പെഷ്യൽ പതിപ്പാണ്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് പേജിൽ തന്നെ നമുക്ക് കാണാം, കാർത്തിയാനിയമ്മ കേരളത്തിൽ ആദ്യമായി ജയിൽ വാസം അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അപ്പോൾ ഇതിൽ കാർത്തിയാനിയമ്മയെ കുറിച്ചിട്ടുള്ളൊരു ഫീച്ചറാണുള്ളത്. കാർത്തിയാനിയമ്മ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടീച്ചറാണ്. അവർ മഹാരാജാസിൽ നിന്ന് ജീവശാസ്ത്രത്തിൽ ബിരുദം നേടി. പിന്നീട് അവർ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ, വിക്ടോറിയ സ്കൂളിൽ തന്നെ അവർ അധ്യാപികയായി നിയമിക്കപ്പെടുകയും പിന്നീട് അവർ ഈ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം, അതാണ് അവരെ പ്രചോദനമായത്. ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അവർക്ക് പ്രചോദനമായത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹമായിരുന്നു. പിന്നീട് 1930 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഒരു തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ ഒരു പ്രസംഗം നടത്തി. അതിനെ തുടർന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ ജോലിയിൽ നിന്ന് 2 മാസം അവരെ പ്രമോഷൻ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് അവർക്ക് വലിയൊരു നീതികേടായി തോന്നുകയും പിന്നീട് അവർ അതിൽ നിന്ന് ജോലി രാജിവെക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് അവർ ജീവിതം മുന്നോട്ടേക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അവർ ജീവിതം അർപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കെ കേളപ്പൻ്റെയൊക്കെ ഒരു നേതൃത്വത്തിലുള്ള സമരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ബോംബെയിൽ ഈ സ്ത്രീ സമര സേനാനികൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടായി. അതിന് പ്രതിഷേധിച്ച് ഈ കാർത്തിയാനിയമ്മയും കൂട്ടരും ഒരു ജാഥ പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളെ കോഴിക്കോട് തളി ക്ഷേത്രത്തിനടുത്ത് അവർ ജാഥ പ്രഖ്യാപിക്കുകയും അതിന് ഈ പോലീസുകാരൊക്കെ അവർക്കൊരു നിരോധാജ്ഞയൊക്കെ ഏർപ്പെടുത്തിയ ടൈമായിരുന്നു അത്. ഇതൊക്കെ ലംഘിച്ചിട്ടാണ് ഈ ജാഥ നടത്തുന്നത്. ആ ജാഥയിൽ ഒരു ജയലക്ഷ്മി പറഞ്ഞ 12 വയസ്സുകാരി പങ്കെടുത്തിരുന്നു. ആ ജാഥയിൽ ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഈ 12 വയസ്സുകാരിയായ ജയലക്ഷ്മിയാണ് കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഏറ്റവും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണ് ജയലക്ഷ്മി. അപ്പം പിന്നീട് അവർ അറസ്റ്റ് ചെയ്യുകയും കാർത്തിയാനിയമ്മയുടെ കൂടെയുള്ള എല്ലാവരെയും പിന്നെ താക്കീത് നൽകി പറഞ്ഞു വിടുകയും കാർത്തിയാനിയമ്മയ്ക്ക് മാത്രം ഒരു തുക മജിസ്ട്രേറ്റ് പറഞ്ഞു. പക്ഷേ കാർത്തിയാനിയമ്മ അതിനൊന്നും തയ്യാറാവാതെ അവർ 2 മാസം ജയിൽവാസം അനുഭവിച്ചു. അതിനുശേഷം കാർത്തിയാനിയമ്മ ജയിലിൽ നിന്ന് മോചിതയായിട്ട് കെ കേളപ്പൻ്റെ KPCC അംഗത്വം സ്വീകരിച്ചു. ഈ കെ കേളപ്പൻ പ്രസിഡൻ്റായ KPCCയിൽ അംഗത്വം ലഭിച്ച ആദ്യ വനിതയാണ് കാർത്തിയാനിയമ്മ. അങ്ങനെ പിന്നീട് അവർ 2ാമത് ജയിൽവാസം അനുഭവിക്കുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് 1932 ജനുവരിയിൽ കോഴിക്കോട് കടപ്പുറത്ത് നിയമലംഘനം നടത്തിയിട്ട് പ്രസംഗിച്ചതിനാണ് അവർ 2ാമത് വിയ്യൂർ ജയിലിലാണ് വെല്ലൂർ സെൻട്രൽ ജയിലിൽ അവർ 6 മാസം ശിക്ഷിക്കപ്പെട്ടു. അതിനുശേഷം കാർത്തിയാനിയമ്മ നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം നമ്മൾ കേട്ടിട്ടുണ്ട്, കെ കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പിന്നീട് 1932 പൊന്നാനി ഐത്തോച്ചാടന സമ്മേളനത്തിലും കാർത്തിയാനിയമ്മ പങ്കെടുത്തു. പിന്നീട് കാർത്തിയാനിയമ്മ ഈ ആരോഗ്യം പ്രശ്നം കൊണ്ടും ഈ സമരത്തിൻ്റെ അലച്ചിലുകൊണ്ടൊക്കെ അവരിതിൽ നിന്ന് മാറി നിയമപഠനം അതിലേക്ക് ഏർപ്പെട്ടു. ട്രിവാൻഡ്രം നിയമപഠനം കഴിഞ്ഞ് പൂർത്തിയായിട്ട് അവർ തൃശ്ശൂർ പ്രാക്ടീസ് ആരംഭിച്ചു. പിന്നെ ഇതിൽ അവർക്ക് പ്രചോദനമായ കോൺഗ്രസ് നേതാവായ കെ മാധവൻ നായരെയും അവരുടെ ഉറ്റ സുഹൃത്തായ ഗ്രേസി അറോണിയെയും അനുസ്മരിച്ചുകൊണ്ടുള്ള 2 കുറിപ്പുകൾ ഇതിലുണ്ട്. അപ്പോൾ ഉറ്റ സുഹൃത്തായ ഗ്രേസി അറോണിൻ്റെ കുറിച്ചും പിന്നീട് ഈ
വെല്ലൂർ ജയിലിൽ ആയിരുന്നപ്പോൾ പിന്നെ അവരെ ആ ഒരു സൗഹൃദമൊക്കെ അവർക്ക് അങ്ങനെ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കാത്തതും അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നു. പിന്നീട് 38-ാം വയസ്സിൽ കാർത്യായനിയമ്മ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചത് സർക്കാർ സംഘത്തിൻ്റെ തമിഴ്നാട് സെക്രട്ടറി ആയ രാമസ്വാമിയാണ്. എന്നിട്ട് അവർ സർവോദയ എന്നൊരു ഇംഗ്ലീഷ് മാഗസിൻ രൂപകൽപ്പന ചെയ്തു. തൃശ്ശൂരായിരുന്നു അത്. അങ്ങനെ അവർ 1983 കാർത്യായനിയമ്മ അന്തരിച്ചു. അപ്പോൾ ഈ കാർത്യായനിയമ്മയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്കുള്ളൊരു വലിയ പാഠപുസ്തകമാണ്. ഇതിൽ കൂടെ എനിക്ക് പറയാനുള്ളത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല അതിലും ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞ ബോംബെയിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം. അതിനെതിരെയായിട്ട് കേരളത്തിൽ നടന്ന ഫസ്റ്റ് ഒരു സമരം ഇപ്പോഴും ഈ ഹിസ്റ്ററിയിൽ കുട്ടിയൊക്കെ പഠിക്കാണ്ട്. ഇറ്റ്സ് കോൾഡ് ദി ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ കേരള വോളിയം 2 പ്രൊഫസർ PKK മേനോൻ. അതിന് പറയുന്നതിൻ്റെ ഇതാണ് മൂവ്മെൻറ്റിൻ്റെ പേരായിരുന്നു. അപ്പം അങ്ങനെ എത്രയോ ലേഡീസ് ഉണ്ട് നമുക്കങ്ങനെ അറിയാതെ പോയ അവർ സ്ട്രഗിൾസ് ഒന്നും അറിയാതെ പോയ എത്രയോ ലേഡീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കാണാതെ പോയ കാർത്യായനിയമ്മയെ പോലെയുള്ള സ്ത്രീകളെ അനുസ്മരിക്കാൻ വേണ്ടിയാവട്ടെ. അതിൻ്റെ കൂടെ എനിക്കൊരു ഒന്നും കൂടി ചേർക്കാനുള്ളത്, ഇന്നലെ ഞാൻ അനുപമ പരമേശ്വരൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. അപ്പം അനുപമ പരമേശ്വരൻ ഒരു നർക്കാസ്റ്റിക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുകയുണ്ടായി. ബോൾഡായിട്ട് അവരെന്തൊക്കെ ഫേസ് ചെയ്തു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു റോൾ മോഡലായിട്ട്. അപ്പം എനിക്ക് ഇത് വായിച്ചപ്പോഴാണ് ഞാൻ അനുപമ പരമേശ്വരൻ്റെ ആ വീഡിയോയും കണ്ടു. എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റി എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ത്രീകളെന്ന്. ഓക്കെ ഗൈസ്, സോ താങ്ക് യു.